ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം ബുധനാഴ്ച അവസാനിക്കും. വൃശ്ചികോത്സവത്തിന്റെ 11ാം ദിവസം വിദ്യാഭ്യാസ സമ്മേളനം നടന്നു. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൃശ്ചിക മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. 12 വിളക്കോടെയാണ് വൃശ്ചിക മഹോത്സവം സമാപിക്കുന്നത്. വൃശ്ചിക മഹോത്സവത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സമ്മേളനം നടത്തി. PC വിഷ്ണുനാഥ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നെറിവും കൂടെ ചേർന്ന് ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാകുന്നിടത്തുനിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ജ്ഞാന സങ്കല്പം അങ്ങനെയാണ്. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും ഈ ആളുകളെല്ലാം വാട്സാപ്പിലാണ്. എന്തെല്ലാം രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ എങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെ കുളിക്കണം തുടങ്ങി എന്തെല്ലാം ഉപദേശങ്ങളാണ് വാട്സാപ്പിൽ അമ്മമാർ വന്നിരുന്ന് രാവിലെ മുതൽ നമുക്കിങ്ങനെ തന്നുകൊണ്ട് അല്ലേ ഡോക്ടർ എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ. കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ കാണും, കൊല്ലം ജില്ലയിലുള്ളവരെല്ലാം ജാഗ്രത പാലിക്കുക. കുറുവ സംഘത്തിന്റെ 5 സംഘങ്ങൾ കൊല്ലം ജില്ലയിൽ എത്തിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഏത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ്? ഈ എഴുതി വിടുന്നവൻ ഉണ്ടാക്കിയതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അങ്ങനെ ഇപ്പോൾ ചില ആൾക്കാർ തമാശയായിട്ട് പറയാറുണ്ട്, ഒരു കുട്ടിയുടെ ഫോട്ടോ, ഈ കുട്ടിയെ കാണാതായി, എത്രയും വേഗം ഈ കുട്ടിയുടെ ഫോട്ടോ വിവിധ ഗ്രൂപ്പുകളിൽ അയക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ആ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് അതിനൊരു കൊച്ചായി, എന്നിട്ടും ഈ കുട്ടിയുടെ ഫോട്ടോ ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയെ നിശ്ചിത സ്ഥലത്ത് നിന്ന് നഷ്ടപ്പെട്ടു. അതിന് പലർക്കും പല സ്ഥലത്തു നിന്നാണ്. ചിലർക്ക് കുന്നത്തൂരിൽ നിന്ന് നഷ്ടപ്പെട്ടു, ചിലർക്ക് എഴുകോട് നഷ്ടപ്പെട്ടു, ചിലർക്ക് പെരുമ്പാവൂരിൽ നിന്ന് നഷ്ടപ്പെട്ടു, ചിലർക്ക് മലപ്പുറത്തു നിന്ന് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ചില ആളുകൾ ഈ വാട്സാപ്പിൽ കിട്ടുന്നതെല്ലാം സത്യമാണ് എന്ന് കരുതി അത് മാത്രം വിശ്വസിച്ച് ഒരു പരിശോധനയുമില്ലാതെ ജീവിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ. അപ്പം ഈ ഇൻഫർമേഷൻ അധികമാകുന്നതിൻ്റെ അപകടമാണ്. ഒരാൾക്ക് എന്തുമാത്രം അറിവ്, വിവരം ഒരു ദിവസം കിട്ടണമെന്നതിനെ സംബന്ധിച്ച് അല്ലേ, ഈ ഷുഗറിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോകാറുണ്ട്. അതേപോലെ ഒരാൾക്ക് ഒരു ദിവസം എത്ര ഇൻഫർമേഷൻ കിട്ടണം, എത്ര നമ്മൾ താങ്ങും. ഡോക്ടർക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള വിഷയമാണ്. അതായത് നമുക്ക് ഒരു ദിവസം എന്തെല്ലാം കാര്യത്തെക്കുറിച്ചുള്ള വിവരം നമ്മൾ എടുക്കണം അല്ലേ. അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ്റെ മുതൽ ഇങ്ങോട്ട് നേരത്തെ ഈ കുറുവ സംഘത്തിൻ്റെ വരെയുള്ള സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഇൻഫർമേഷൻ അല്ല നോളജ്. ശ്രീകുമാർ കുറുങ്ങപ്പള്ളി സ്വാഗതം പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് മുൻ അംഗം ഡോക്ടർ അനിൽ മുഹമ്മദ് മുഖ്യപ്രസംഗം നടത്തി. അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, S സുദേവൻ, P രാജേന്ദ്ര പ്രസാദ്, അഡ്വക്കേറ്റ് അജികുമാർ, അഡ്വക്കേറ്റ് അനിൽ S കല്ലേലി ഭാഗം, ഡോക്ടർ ക്ലാപ്പന P പത്മകുമാർ, പ്രൊഫസർ അഞ്ജയിൽ രഘു, ഗായത്രി കിരൺ, R രാജശേഖരൻ, അഡ്വക്കേറ്റ് E സമീർ, PK ജയപ്രകാശ്, S കൃഷ്ണകുമാർ, നീലിക്കുളം സദാനന്ദൻ, കയ്യാലത്തറ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തക സമിതി അംഗം P ലിജു കൃതജ്ഞത പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നു. ബുധനാഴ്ച വൃശ്ചികോത്സവത്തിന്റെ സമാപന സമ്മേളനം നടക്കും. സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി C ദിവാകരൻ അധ്യക്ഷനാകും. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സത്യൻ തോട്ടത്തിൽ സ്വാഗതം പറയും. CDNet ന്യൂസ്, ഓച്ചിറ.